ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രപരമായ മാറ്റത്തിനാണ്. പടിഞ്ഞാറൻ ശക്തികളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ അജയ്യമായ സൈനിക കരുത്തിന്റെ പ്രതീകമായിരുന്ന USS ജെറാൾഡ് ഫോർഡ് ഇന്ന് വെറുമൊരു ഇരുമ്പ് കൂമ്പാരമായി മാറിയിരിക്കുന്നു. സമുദ്രത്തിന്റെ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഈ വിമാനവാഹിനി കപ്പൽ ഇന്ന് ക്രൊയേഷ്യൻ സ്പ്ലിറ്റ് തുറമുഖത്ത് മുറിവേറ്റ സിംഹത്തെ പോലെ നങ്കൂരമിട്ടിരിക്കുകയാണ്. സാങ്കേതിക തകരാറുകൾ എന്ന് പറഞ്ഞ് വൈറ്റ് ഹൗസും പെന്റഗണും ഇത്രയും കാലം ലോകത്തെ പറ്റിക്കാൻ ശ്രമിച്ചു. എന്നാൽ സത്യം സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു വരികയാണ്. ഇറാന്റെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ അമേരിക്കയുടെ ഫ്ലോട്ടിംഗ് കോട്ടകൾ സുരക്ഷിതമല്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്നത് കപ്പലിൽ ഉണ്ടായത് ചെറിയൊരു തീപിടുത്തം, അത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് എന്നാണ്. എന്നാൽ വിദഗ്ധരുടെ പുതിയ റിപ്പോർട്ടുകൾ ഈ വാദത്തെ കടപുഴക്കി എറിയുകയാണ്. ജെറാൾഡ് ഫോർഡിന്റെ ഡെക്കിനും എഞ്ചിൻ റൂമിനും ഏറ്റ ആഘാതം ഒരു ആഭ്യന്തര തീപിടുത്തം മൂലം ഉണ്ടായതല്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഇറാന്റെ കൃത്യതയാർന്ന മിസൈലുകൾ പ്രതിരോധ കവചങ്ങളെ ഭേദിച്ചു വധിച്ചതിന്റെ ഫലം തന്നെയാണ്. മാസങ്ങൾക്ക് മുൻപ് ഇറാൻ സൈനിക നേതൃത്വം പറഞ്ഞിരുന്നു തങ്ങൾ ശത്രുവിന്റെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടെന്ന്. അന്ന് ചിരിച്ചു തള്ളിയവർ ഇന്ന് സ്പ്ലിറ്റ് തുറമുഖത്തെ ദൃശ്യങ്ങൾ കണ്ട് അമ്പരക്കുകയാണ്. ചെറിയ തീപിടുത്തമാണ് എങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ അത് പരിഹരിക്കാമായിരുന്നു. എന്നാൽ 12 മുതൽ 14 മാസം വരെ സമയമെടുക്കുമെന്നത് ഈ കപ്പലിനേറ്റ പ്രഹരത്തിന്റെ വ്യാപ്തിയാണ് വ്യക്തമാക്കുന്നത്. അതായത് ഒരു വർഷത്തോളം അമേരിക്കയ്ക്ക് അവരുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലില്ലാതെ മിഡിൽ ഈസ്റ്റിൽ നിൽക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം. ഈ സംഭവം കേവലം ഒരു കപ്പലിന്റെ തകർച്ചയല്ല, മറിച്ച് അമേരിക്കൻ സൈനിക സിദ്ധാന്തങ്ങളുടെ തകർച്ചയാണ് കാണിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച റഡാർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ജെറാൾഡ് ഫോർഡിന് ചുറ്റും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇറാന്റെ മിസൈലുകൾ അതിനെ ഭേദിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ പടിഞ്ഞാറൻ സാങ്കേതിക വിദ്യയേക്കാൾ എത്രയോ മടങ്ങ് മുന്നിലാണ് എന്നാണ്. ക്രൊയേഷ്യൻ സ്പ്ലിറ്റ് തുറമുഖത്ത് അയ്യോ എന്റെ അമ്മച്ചിയെ എന്ന് വിളിച്ച് കരഞ്ഞു കിടക്കുന്ന അമേരിക്കൻ അജയ്യതയെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത കഴിവുണ്ട്. ആ കഴിവുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്ര വലിയ കഴിവിനെ തകർക്കാൻ മാത്രം ഇറാൻ വളർന്നിട്ടുണ്ടെങ്കിൽ ലോകശക്തികൾക്ക് മുന്നിൽ ഇന്ന് ഇറാൻ എന്താണ് എന്ന സത്യം. USS ജെറാൾഡ് ഫോർഡ് എന്നത് വെറുമൊരു കപ്പലല്ല, സമുദ്രത്തിന് മുകളിലൂടെ പറക്കുന്ന ഒരു സൈനിക നഗരമാണ്. അമേരിക്കൻ നാവിക ശക്തിയുടെ നെടുംതൂൺ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയുടെ ഏറ്റവും പുതിയ, ഏറ്റവും കരുത്തുറ്റ വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് ആർ ഫോർഡ്. ഏകദേശം $13 ബില്യൺ, അതായത് ഏകദേശം 1 ലക്ഷം കോടി രൂപ ചിലവിൽ നിർമ്മിച്ച അത്ഭുത കപ്പൽ. ഇതിന്റെ വലിപ്പം കേട്ടാലാണ് നമ്മൾ ഞെട്ടാൻ പോകുന്നത്. നീളം 337 കിലോമീറ്റർ, ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തേക്കാൾ വലുത്. ഉയരമാണെങ്കിലോ 76 കിലോമീറ്റർ, അതായത് 25 നില കെട്ടിടത്തിന്റെ ഉയരം എന്നർത്ഥം. ഭാരം 1 ലക്ഷം ടണ്ണിലധികം. ഇത് ഉൾക്കൊള്ളുന്നത് 4500-ലധികം സൈനികർക്ക് ഒരേ സമയം ഇതിൽ താമസിക്കാം എന്ന പ്രത്യേകതയാണ്. പുതിയ നിമിറ്റ്സ് ക്ലാസ് കപ്പലുകളിൽ നിന്ന് ഫോർഡ് ക്ലാസിനെ വ്യത്യസ്തമാക്കുന്നത് അതിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ്. മുൻപ് വിമാനങ്ങൾ പറന്നുയരാൻ സ്റ്റീം കാറ്റപ്പൾട്ടുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഫോർഡിൽ അത് മാഗ്നറ്റിക് പവർ മൂലമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സിസ്റ്റമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് വിമാനങ്ങളെ കൂടുതൽ സുഗമമായും വേഗത്തിലും വിക്ഷേപിക്കാൻ സഹായിക്കുന്നു. വിമാനങ്ങൾ തിരികെ കപ്പലിൽ ഇറങ്ങുമ്പോൾ അവയെ സുരക്ഷിതമായി പിടിച്ചു നിർത്തുന്ന ഡിജിറ്റൽ നിയന്ത്രിത സംവിധാനത്തെ കുറിച്ചാണ് മറ്റൊന്ന് എടുത്തു പറയേണ്ടത്. ഇതിന്റെ ഫ്ലൈറ്റ് ഡെക്ക് പുനർരൂപകൽപ്പന ചെയ്തതിലൂടെ മുൻപത്തേക്കാൾ 33% അധികം വിമാനങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ സാധിക്കും. 75-ലധികം വിമാനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനും ഇതിൽ സാധിക്കും. ഈ കൂറ്റൻ കപ്പലിനെ ചലിപ്പിക്കുന്നത് 2 ന്യൂക്ലിയർ റിയാക്ടറുകളാണ്. ഒരിക്കൽ ഇന്ധനം നിറച്ചാൽ അടുത്ത 20 മുതൽ 25 വർഷം വരെ ഈ കപ്പലിനെ നിർത്താതെ സഞ്ചരിക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. വേഗത മണിക്കൂറിൽ 56 കിലോമീറ്ററിലധികമാണ് എന്ന് പറയുന്നുണ്ട്. നിമിറ്റ്സ് ക്ലാസ് കപ്പലിനേക്കാൾ 3 ഇരട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഫോർഡിന് കഴിയുന്നുണ്ട്. ഭാവിയിൽ വരാനിരിക്കുന്ന ലേസർ ആയുധങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഇത് അത്യാവശ്യമാണ്. സീ സ്പാരോ മിസൈലുകൾ, റോളിംഗ് എയർ ഫ്രെയിം മിസൈലുകൾ എന്നിവ ഇതിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ആധുനികമായ ഡ്യുവൽ ബാൻഡ് റഡാർ സിസ്റ്റമാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരേ സമയം ആയിരക്കണക്കിന് ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാൻ ഇതിലൂടെ സാധിക്കും. അങ്ങനെ ഇത്രയേറെ പറഞ്ഞാൽ തീരാത്തത്രയും സവിശേഷതകൾ ഉണ്ടായെങ്കിലും ഈ ജെറാൾഡ് ഫോർഡാണ് ഇപ്പോൾ പവനായി ശവമായി എന്നതുപോലെ ഇതാ അവിടെ കിടക്കുന്നത്. ക്രൊയേഷ്യയിലെ തുറമുഖത്ത് ഈ കപ്പൽ എത്തിച്ചത് തന്നെ രഹസ്യമായാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത മുക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ സത്യം മറച്ചുവെക്കാൻ കഴിയില്ലല്ലോ. കപ്പലിന്റെ പുകയുന്ന ചിമ്മിനികളും തകർന്ന റൺവേകളും ലോകം കണ്ടുകഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കപ്പലിൽ ഇരുന്നിട്ടും ആക്രമിക്കപ്പെട്ടത് അമേരിക്കൻ നാവികസേനയുടെ മനോവീര്യത്തെ തകർത്തിരിക്കുകയാണ്. ഇറാൻ വെറും ഒരു പ്രാദേശിക ശക്തിയല്ല എന്ന ഈ സംഭവം അടിവരയിട്ട് തെളിയിക്കുന്നു. ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം മണ്ണിൽ നിന്ന് നിർമ്മിച്ച ആയുധങ്ങൾ കൊണ്ട് ലോകത്തെ വൻ ശക്തിയെ വിറപ്പിക്കാൻ അവർക്കായിട്ടുണ്ട്.
അമേരിക്കയെ നേരിട്ട് യുദ്ധത്തിന് വിളിക്കാതെ തന്നെ അവരുടെ ആസ്തികൾക്ക് കനത്ത ആഘാതം ഏൽപ്പിക്കാൻ ഇറാൻ കാണിച്ച തന്ത്രം ലോകം പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ്. അമേരിക്കയെ വിശ്വസിച്ച് സുരക്ഷ ഒരുക്കുന്ന മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണിത്. സ്വന്തം കപ്പലിനെ, അതായത് സ്വന്തം ബലത്തെ, സ്വന്തം അജയ്യതയെ സംരക്ഷിക്കാൻ കഴിയാത്ത അമേരിക്ക എങ്ങനെയാണ് നിങ്ങളെയൊക്കെ സംരക്ഷിക്കുക? USS ജെറാൾഡ് ഫോർഡ് ചുരുങ്ങിയത് 1 വർഷത്തേക്കാണ് കമ്മീഷനിൽ നിന്നും ഇപ്പോൾ പുറത്തായിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ നാവികസേനയിലെ ഏറ്റവും നൂതനമായ ഈ വിമാനവാഹിനി കപ്പൽ ആണവോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. യുദ്ധമുഖത്തെ കുന്തമുനയായി അറിയപ്പെടുന്ന USS ജെറാൾഡ് ഫോർഡിനെ കൊട്ടിഘോഷിച്ചാണ് പശ്ചിമേഷ്യയിലേക്ക് ട്രംപ് നിയോഗിച്ചിരുന്നത്. എന്നാൽ ഈ വിമാനവാഹിനി കപ്പലിനെതിരെ വ്യാപക ആക്രമണമാണ് ഇറാൻ സേന നടത്തിയിരുന്നത്. അതായത് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കപ്പലിനെ ആരും അറിയാതെ ചാക്കിട്ട് മൂടി കൊണ്ടുപോകേണ്ട അവസ്ഥയിലായി ട്രംപ് എന്ന് സാരം. ഇതിനിടയിലാണ് തീപിടുത്തവും ഉണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് അമേരിക്കയുടെ മറ്റൊരു വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കനെ ഇറാൻ ആക്രമണം ഭയന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മാറ്റേണ്ട ഗതികേടും നമ്മുടെ അമേരിക്കൻ സൈനിക നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇറാനിലെ സാധാരണ ജനങ്ങൾ ഈ വാർത്തയെ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ രാജ്യം ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു എന്ന ബോധം അവരെ കൂടുതൽ കരുത്തുള്ളവരാക്കുന്നു. USS ജെറാൾഡ് ഫോർഡിന് സ്പ്ലിറ്റ് തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നത് വെറും ഒരു അറ്റകുറ്റപ്പണിക്കല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് എഴുതാനാണ്. 14 മാസം കഴിഞ്ഞാലും ഈ കപ്പൽ പഴയതുപോലെ സമുദ്രത്തിൽ മുങ്ങിയെത്തുമോ എന്നത് സംശയമാണ്. ഇറാൻ കാണിച്ചു കൊടുത്തതൊന്നാണ്, സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആയുധബലത്തേക്കാൾ വലുത് ഇച്ഛാശക്തിയാണ്. ഇനി മിഡിൽ ഈസ്റ്റിലെ സമുദ്രങ്ങൾ അമേരിക്കൻ കപ്പലുകളുടേതല്ല, മറിച്ച് ഈ മണ്ണിലെ ജനങ്ങളുടേതാണ്. സാങ്കേതിക തകരാറെന്ന് ഇനിയും കള്ളം പറഞ്ഞ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ലോകം സത്യം അറിഞ്ഞു കഴിഞ്ഞു. മാറ്റങ്ങൾക്കായി കാത്തിരിക്കുക. പ്രതിരോധം തുടരും.